ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം കളക്ഷൻ ടാർഗറ്റിനെ കുറിച്ചാണ്. ഇ-പി-കെ 35 ഇല്ലെങ്കിൽ സർവീസ് നടത്തണ്ട എന്ന മേലാളന്മാരുടെ തിട്ടൂരം വരികയും അതിനുശേഷം ജീവനക്കാരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും അതുകൊണ്ട് അട്ടഹസിച്ച് അവരുടെ നെഞ്ചിൽ ചവിട്ടി ആർത്തട്ടഹസിച്ച് ഉല്ലസിക്കുന്ന നിങ്ങൾക്ക് എതിരെയാണ് ഇന്ന് സംസാരിക്കുന്നത്. കാരണം നിങ്ങളുടെ ഈ പ്രവണതകൾ ശരിയല്ല. KSRTC ലാഭകരമല്ലാത്ത 500 സംതിങ് റൂട്ടുകൾ സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തു. ആ സ്വകാര്യ മേഖല ഓടിയിട്ട് അവർ വൻ ലാഭം എന്ന് പത്രമാധ്യമങ്ങളിൽ നിങ്ങൾ വായിച്ചു കാണും. പക്ഷേ KSRTC അധികാരികൾ ഇത് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞെങ്കിലും അത് അറിഞ്ഞതായി നടിക്കുന്നില്ല. കാരണം അവർക്ക് കച്ചവട താല്പര്യം വേറെ ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. PSC എഴുതി KSRTCയിൽ ജോലിക്ക് കയറിയ ജീവനക്കാരനോട് ടാർഗറ്റ് കൊണ്ടുവരണമെന്ന് PSC ആവശ്യപ്പെട്ടിട്ടില്ല. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ടാർഗറ്റും ആവശ്യപ്പെട്ടിട്ടില്ല. പറയുന്ന സ്ഥലത്തേക്ക് പറയുന്ന സമയത്തേക്ക് നിങ്ങൾ തന്നുവിടുന്ന വാഹനങ്ങൾ ഓടിക്കുക, അതിൽ കയറുന്ന യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുക്കുക, അതിൻ്റെ മെയിൻ്റനൻസ് നടത്തുക എന്നീ ജോലികളാണ് ഡ്രൈവർ, കണ്ടക്ടർ, മെക്കാനിക് എന്നീ വിഭാഗങ്ങളിൽ ഏൽപ്പിച്ചിട്ടുള്ള കടമയും കർത്തവ്യങ്ങളും. ആ കടമയും കർത്തവ്യങ്ങൾ കൃത്യമായി നിറവേറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് പകരം ടാർഗറ്റ് കുറഞ്ഞു പോയി അല്ലെങ്കിൽ EPKM കുറഞ്ഞു പോയി എന്ന പേരിൽ ക്രൂരമായ നടപടിയും ശിക്ഷണ നടപടികളും പൊതുജന മധ്യത്തിലും ജീവനക്കാരുടെ മുന്നിൽ വെച്ചും ആക്ഷേപിക്കുമ്പോൾ അതുകൊണ്ട് മനം നൊന്ത് ചില ആളുകൾ ഇവിടെ ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഇവിടുത്തെ മാനേജ്മെൻറ്റും ഇവിടെ ഓരോ ഡിപ്പോയിലും ഓരോ യൂണിറ്റിലുമുള്ള യൂണിറ്റ് അധികാരികളും അതിൻ്റെ ആളുകളുമാണെന്നുള്ളതിൽ തർക്കമില്ല. പക്ഷേ ഈ കൊലപാതകം ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്? 9 കോടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ 3000 സംതിങ് വണ്ടിയാണ് ഇവിടെ ഇപ്പം നിലവിൽ സർവീസ് നടത്തുന്നത്. ഈ വണ്ടി കൊണ്ടുവച്ചിട്ട് 9 കോടി രൂപ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടും ഈ നിങ്ങൾക്ക് പോരാ എന്ന് പറയുന്നു. പിന്നെ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് നിങ്ങൾ പറയൂ. ഇവിടെ റൂട്ട് കച്ചവടം നടത്തിയത് ആരാണ്? KSRTCയിലെ ഡ്രൈവറോ, കണ്ടക്ടറോ, മെക്കാനിക്കോ? ഇവിടെ സ്വകാര്യ ബസ്സുകൾ, സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നു, ടെമ്പോ ഓടുന്നു, ട്രക്കർ ഓടുന്നു. ആരാണ് ഓടിക്കുന്നത്? ഇവിടുത്തെ യൂണിയൻകാരുടെയും ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും ഇവിടുത്തെ അധികാരി വർഗങ്ങളുടെയും മുതലാളിത്തത്തിൻ്റെ പേരിൽ മുതലിൻ്റെ പേരിൽ ഓണർഷിപ്പുള്ള വാഹനങ്ങളാണ് ഇവിടുത്തെ ഓടുന്നത്. ഇവിടെ എത്ര വണ്ടികളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും? എത്ര വണ്ടി നിങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്? നമ്മൾ മറ്റൊരു വീഡിയോയിൽ സംസാരിച്ചതുപോലെ ശരണ്യ ബസ്, മുരഹര എന്ന് വേണ്ട പേരെടുത്ത് പറയാൻ എത്രയെല്ലാം ബസ്സുണ്ട്. ഇതിനെയൊക്കെ ആരാണ് നിയന്ത്രിക്കേണ്ടത്? ഞങ്ങളുടെ ജോലിയാണോ? അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണ ജീവനക്കാരൻ്റെ ജോലിയാണോ? ഇവരെ KSRTC ബസ് സർവീസ് നടത്തുമ്പോൾ അതിൻ്റെ മുന്നിൽ കുറുകയൊക്കെ കൊണ്ട് നിർത്തിയതിന് ശേഷം അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന സഹോദരിക്കും മക്കൾക്കും എതിരെ അസഭ്യ വർഷം പറയുമ്പോൾ ഇത്രയും യാത്രക്കാർ 10, 50, 100 യാത്രക്കാരിരിക്കുന്ന ഒരു വാഹനത്തിൽ ഇത്രയും ആളുകളെ ആക്ഷേപം കേട്ടിട്ട് ഈ 10 പൈസയ്ക്ക് ബോധമില്ലാത്ത മനുഷ്യന്മാരെ ആക്ഷേപം കേട്ടിട്ട് ഞങ്ങൾ ഈ കൊണ്ടുവരുന്ന ഈ ടാർഗറ്റ് വെച്ച് അല്ലെങ്കിൽ ഈ പണം കൊണ്ടാണ് നിങ്ങൾ മൃഷ്ടാന്നം വെട്ടി വിഴുങ്ങി എന്നിട്ട് ഞങ്ങളുടെ മുകളിലേക്ക് ഈ ആയുധങ്ങളുമായിട്ട് വരുന്നത്. നിങ്ങൾ ഇതിൻ്റെ മുന്നേ നിങ്ങളല്ലായിരുന്നോ ഇത് നടത്തിക്കൊണ്ടിരുന്നത്? അന്ന് നിങ്ങൾ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ കടബാധ്യത വരുമായിരുന്നോ? അന്ന് ഡ്രൈവറോ കണ്ടക്ടറോ കൃത്യമായി ജോലി ചെയ്തിരുന്നെങ്കിൽ, ഇന്ന് പെൻഷൻ പറ്റിയവർ ഉൾപ്പെടെ കൃത്യമായി ജോലി ചെയ്തിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നോ? അപ്പോൾ കളക്ഷൻ ടാർഗറ്റ് ആരാണ് കൊണ്ടുവന്നത്? അത് നടക്കുന്ന കാര്യമല്ല. അതിന് ഉചിതമായ നടപടി സ്വീകരിക്കണം. നിങ്ങളാണ് തെറ്റുകാർ. കുറ്റക്കാർക്കെതിരെ എന്ത് ശിക്ഷണ നടപടികളാണ് നിങ്ങൾ സ്വീകരിച്ചത്? എന്ത് നടപടി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ട്? ഇവിടെ പെർമിറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് RTO മീറ്റിങ്ങിന് പോകുമ്പോൾ, കളക്ടറേറ്റുകളിൽ മീറ്റിങ്ങിന് പോകുമ്പോൾ ആ ബസ്സിൽ പുതിയ ഒരു ബസ് പെർമിറ്റ് വയ്ക്കുന്നു എന്ന് സ്വകാര്യ ബസ്സുകളിൽ നിന്ന് അറിവ് ലഭിച്ച് ആ ഡിപ്പോയിലെ ജീവനക്കാരെ ടൈമിങ്ങിന് പോകുന്ന ആളോട് പറയുന്നു, സാർ ഇന്ന വണ്ടി നമ്മളുടെ വണ്ടിക്ക് മുമ്പേ പെർമിറ്റ് എടുക്കാൻ പോകുന്നു, അതൊന്ന് നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് പോയിട്ട് സമയമാകുമ്പോൾ മൂത്രമൊഴിക്കാനോ ചായ കുടിക്കാനോ ഇറങ്ങിപ്പോയിട്ട് പിറ്റേന്ന് സ്വകാര്യ ബസ് പെർമിറ്റും കൊടുത്ത് ഈ ഉണ്ടായിരുന്ന കളക്ഷനും നശിപ്പിച്ച് ഡിപ്പോയിലെ കളക്ഷനും കുറച്ച് വരുന്ന ആരാണ് സാർ ഉത്തരവാദി? ഈ ടൈമിങ്ങിന് പോകുന്ന സാറന്മാർക്കെതിരെ നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അവർക്കെതിരെ എന്ത് ആക്ഷൻ എടുത്തു? ഇവർ പോയി ഇത് നശിപ്പിച്ചു. നിങ്ങൾ മുൻകാലങ്ങളിൽ നിങ്ങൾ കാണിച്ചു വെച്ചത് ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് പോയതിൻ്റെ പരിണിത ഫലമല്ലേ സാർ അവർ ഈ കാണിക്കുന്നത്? ഒരു സ്വകാര്യ ബസ് പെർമിറ്റ് വയ്ക്കുമ്പോൾ അതിന് ഒബ്ജക്ഷൻ ചെയ്യുന്നതിന് പകരം ആ സമയമാവുമ്പോൾ ഇറങ്ങി ബാത്റൂമിലേക്കോ അല്ലെങ്കിൽ ചായ കുടിക്കാനോ പോകും, ഒബ്ജക്ഷൻ പറയാൻ ആളില്ലാതെ വരും.
അങ്ങനെ എത്ര സംഭവങ്ങളുണ്ട് സാർ. ഉദാഹരണ സഹിതം നിരത്തി തരാൻ കഴിയും. അത് പറയാൻ സമയമില്ലാത്തതുകൊണ്ടും ആ വേദി അല്ലാത്തതുകൊണ്ടും അത് പറയുന്നില്ല. ഇതിൻ്റെ ഉത്തരവാദികൾക്കെതിരെ കളക്ഷൻ ടാർഗറ്റ് കൊണ്ടുവന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണോ അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം സ്വകാര്യ മേഖലയിൽ പൊതുഗതാഗതത്തിന് തടസ്സം നിർത്തി സർവീസ് നടത്തുന്ന ഈ വണ്ടികൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാനില്ല. നേരെ മറിച്ച് ഒരു KSRTC ഡ്രൈവർ ഒന്ന് ആരോടെങ്കിലും മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ അവനെ അപ്പോഴേ സസ്പെൻഡ് ചെയ്യുന്നു, ഡിസ്മിസ് ചെയ്യുന്നു. വേണ്ടി വന്നു കഴിഞ്ഞാൽ അന്നേ ദിവസം ടെർമിനേറ്റും ചെയ്യുന്ന ഈ പരിപാടിയാണ് ഈ സർവനാശത്തിനും കാരണക്കാരൻ. അതുകൊണ്ട് ഇതിൽ കളക്ഷൻ ടാർഗറ്റ് തീരുമാനിക്കേണ്ടത് അതായത് ഏറ്റുമാരുടെ ആവശ്യമാണ്. അപ്പോൾ കളക്ഷൻ ടാർഗറ്റ് കൊണ്ടുവരേണ്ടത് അവർക്കുള്ള ഉത്തരവാദിത്തമാണ്. അതിന് വഴി ഒരുക്കേണ്ടതും അവർ തന്നെയാണ്. വഴി ഒരുക്കിയതിന് ശേഷം കളക്ഷൻ ടാർഗറ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം ഈ പാവപ്പെട്ട ജീവനക്കാരുടെ തോളിൽ കയറാൻ നിൽക്കരുത്. അത് മോശമാണ്. കാരണം നിങ്ങളാണ് തെറ്റുകാർ. നിങ്ങൾ തെറ്റുകാരായതുകൊണ്ട് നിങ്ങളുടെ തെറ്റ് മറച്ചു വെക്കാൻ പാവം ജീവനക്കാരെ, ഡ്രൈവറെ, കണ്ടക്ടറെ മുകളിൽ ചാടി കയറരുത്. അല്ലെങ്കിൽ ആ പാവഭാരം അവരെ മേളിൽ കൊണ്ടേൽപ്പിക്കുമ്പോൾ ജീവനക്കാരുടെ ഇടയിൽ മനസ്സ് മുറിവേറ്റിട്ട് അവർ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ നിങ്ങളാണ് കൊലയാളികൾ. Thank you.